പേഴ്സണൽ ബ്രാൻഡിങ് കേട്ടിട്ടില്ലേ? എന്താണ് ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡിങ്? ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ആൻസർ ചെയ്യും കോണ്ടന്റ് ക്രിയേഷനാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ചിലർ പറയും നമ്മൾ ആസ് എ പേഴ്സൺ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത്. എന്നാൽ ഇതിൽ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി വേണ്ടേ, നല്ലൊരു പിക്ചർ വേണ്ടേ? 2026 ഒരുപാട് ഫൗണ്ടേഴ്സും വർക്കിംഗ് പ്രൊഫഷണൽസും സ്റ്റുഡൻസും ഫ്രീലാൻസേഴ്സും എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ടൈറ്റിലാണ് പേഴ്സണൽ ബ്രാൻഡിങ്. പേഴ്സണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിന്നും പല ബെനിഫിറ്റ്സും എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള അറിവൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ നോക്കിക്കാണുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇ-കോം ഷോയുടെ സൈഡിൽ നിന്ന് ഇതാ ഒരു ഗുഡ് ന്യൂസ്. We are introducing a completely free YouTube video series, How to Personal Branding. ഹായ്, എൻ്റെ പേര് ഷാദ്. പ്രീവിയസ്ലി ഈ ഒരു ചാനലിൽ ഷാൻ ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റിലാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇത്തവണ എൻ്റെ ഒരു ലേണിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ മുകളിൽ ഒരു വാല്യൂ പാക്ഡ് സീരീസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്, എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യണം, എങ്ങനെ ഞാൻ അതിനെ നോക്കി കാണണം, ഞാൻ ഫ്രം സ്ക്രാച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഞാൻ തുടങ്ങണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ട്. സോ തൊട്ടടുത്ത വീഡിയോ മുതൽ ഈ ഒരു സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ള ലോഞ്ച് വീഡിയോയും ആദ്യത്തെ എപ്പിസോഡും സെപ്പറേറ്റ്ലി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വീഡിയോ അല്ലെങ്കിൽ ലോഞ്ച് വീഡിയോ കണ്ട് ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്ത് ആദ്യത്തെ എപ്പിസോഡ് കാണുന്നതിന് പകരം ആ ലോഞ്ച് വീഡിയോന്റെ കൂടെ തന്നെ മിക്സപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എന്താണ് എക്സാക്ട്ലി പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതാണ്. മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് കാണുന്ന സമയത്ത് നോട്ട് എടുക്കേണ്ടത് എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. അപ്പോൾ ആ നോട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡിലേക്ക് പോവാം. Hey everyone, welcome to episode 1 of How to Personal Brand. കൺസിഡർ നമ്മൾ ഇവിടെ നിന്നും മുമ്പോട്ടേക്ക് ഒരു ബുർജ് ഖലീഫ പണിയാൻ വേണ്ടി പോവാണ്. ബുർജ് ഖലീഫ മൊത്തം പണിയും നമ്മുടെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി അപ്പോൾ ആദ്യം നമ്മൾ ക്ലിയർ ആക്കേണ്ടത് എന്താ, ഇതിന് താഴേക്കുള്ള ആ ബേസ് അല്ലേ. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ പേഴ്സണൽ അങ്ങ് എടുത്തു കളഞ്ഞ് എക്സാക്ട്ലി എന്താണ് ബ്രാൻഡിങ് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഈ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി, ഈ ഒരു എപ്പിസോഡ് കൂടി, ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിയർ കട്ട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പോകുന്നത് എന്താണ് ബ്രാൻഡിങ് എന്നുള്ളതിലാണ്. മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് രണ്ട് ആസ്പെക്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഒരു ബ്രാൻഡ് പ്ലസ് ഒരു ഇക്വേഷൻ. ഓക്കെ, വാട്ട് ഈസ് ആക്ച്വലി എ ബ്രാൻഡ്? സിംപ്ലി ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ്, സർവീസ്, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലുമുള്ള ഒരാളുടെ ഗട്ട് ഫീലിംഗ് ആണ് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ അവിടെ വെച്ചോ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്കൊരു ഇക്വേഷൻ പരിചയപ്പെടാം. ദാറ്റ് ഈസ് VCP, വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഒരു സെനാരിയോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കോൾഗേറ്റ് പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും 10 പേസ്റ്റ് വാങ്ങി വെച്ച് ഇതിൽ ഓരോന്നും എക്സ്പെരിമെൻ്റ് ചെയ്ത് ഓരോന്നിലെയും ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയിട്ടല്ല ഞാൻ ഒരു പേസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ കോൾഗേറ്റിൻ്റെ അടുത്ത് ഒരുപാട് വിസിബിളായി, അപ്പോൾ കോൾഗേറ്റിൻ്റെ ഉള്ളിൽ ക്രെഡിബിളായി, സോ ദാറ്റ് ദേ ബിക്കെയിം പ്രോഫിറ്റബിൾ. ഇങ്ങനെയല്ലേ പല പർച്ചേസ് ഡിസിഷനിലേക്കും നമ്മൾ പോണത്. വെറുതെ വിസിബിൾ ആയതുകൊണ്ട് കാര്യമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആ ബ്രാൻഡുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിങ്ങുമായിട്ട് പ്ലേസ്മെൻറ്റുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള വിസിബിലിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ക്രെഡിബിൾ ആവുകയും പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇന്ന് രാവിലെ എണീക്കുന്നു. രാവിലെ ഞാൻ പത്രം വായിക്കാനായിട്ട് പത്രം തുറക്കുമ്പോൾ പത്രത്തിൻ്റെ പേജിൽ മൈജിയുടെ വലിയ പരസ്യങ്ങളുണ്ട്. അങ്ങനെ ഞാനത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോവാണ്. കാറിലൊക്കെ കയറി ഒരു റേഡിയോ ഒക്കെ ഒന്ന് ഓൺ ആക്കിയപ്പോൾ അവിടെ മൈജിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൈജിയിൽ എന്തോ ഒരു ഓഫർ നടക്കുന്നതിനെ കുറിച്ച് റേഡിയോയിലുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയി ഞാനൊരു സിഗ്നലിലൊക്കെ ബ്ലോക്ക്ഡ് ആണ്. സിഗ്നലിൽ ഒരു ഓട്ടോയുടെ ബാക്കിൽ മൈജിയുടെ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് കോഴിക്കോട് നിന്ന് കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്യാണ്ട് ട്രെയിനിലാണ് ട്രാവൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ സൈഡിലായിട്ട് മൈജിയുടെ വലിയ പരസ്യം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്രെയിനിലേക്ക് കയറി. കുറച്ച് സമയമുണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു. ഉബൈദ് കുറേ പേർക്ക് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പിറകിൽ മൈജിയാണ് എന്നുള്ളൊരു പിക്ചർ എനിക്ക് കിട്ടി. ഞാനങ്ങനെ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് യൂട്യൂബ് എടുത്ത് പേർലി മണീൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണാൻ നോക്കിയത്.
പേളിമാണിൻ്റെ വീഡിയോയുടെ ബാക്കിൽ മൈജിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഞാൻ മൾട്ടിപ്പിൾ ടച്ച് പോയിന്റുകളിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ പല ടച്ച് പോയിന്റ്സിൽ മൈജി വിസിബിൾ ആകുമ്പോൾ, നാളെ എൻ്റെ ഫോൺ പൊട്ടിക്കഴിഞ്ഞാൽ ആ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ബ്രെയിനിലേക്ക് വരുന്ന റീകോൾ, ബ്രാൻഡ് റീകോൾ എന്ന് പറയുന്നത് മൈജി ആകുന്നു. ഇതാണ് എക്സാക്ട്ലി ബ്രാൻഡിങ്. അതായത് പൊസിഷനിങ്ങിന് അലൈൻ ആയിക്കൊണ്ട്, അതായത് നമ്മുടെ ബ്രാൻഡ് ആരിലേക്കാണോ ഏത് രീതിയിലാണോ പ്ലേസ്ഡ് ആക്കേണ്ടത് അതിലേക്ക് അലൈൻ ആയിക്കൊണ്ട് നല്ല വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് റൈറ്റായിട്ട് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയി പോസിറ്റീവായിട്ടുള്ള അലൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഗട്ട് ഫീലിംഗ് ആളുകളിലേക്ക് പാസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് വളരെ സിംപ്ലി ബ്രാൻഡിങ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട് ആലോചിച്ച് നോക്കിയേ, എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? ഒരു പേഴ്സണിലേക്കുള്ള ഈ ഒരു ഗട്ട് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ആളുകളിലേക്ക് ഈ പേഴ്സണിനെ കുറിച്ചുള്ള ഗട്ട് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പേഴ്സൺ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടച്ച് പോയിന്റ്സ്, ക്രിയേറ്റ് ചെയ്യുന്ന ടച്ച് പോയിന്റ്സ് ആയിരിക്കില്ലേ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ്? അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ബുർജ് ഖലീഫ പണിയാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ബേസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. കുറച്ച് തിയററ്റിക്കൽ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ത്രൂ ഒക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും നോട്ട്സ് എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാത്ത പാർട്ട് വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. കമൻറ്റ് സെക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ശ്രമിക്കാം. സോ ഈ പാഠം ക്ലിയർ ആക്കിയാൽ മാത്രമേ മുമ്പോട്ടേക്ക് നമ്മൾ എല്ലാ പറയുന്ന കാര്യങ്ങൾക്കും ഒരു കൃത്യമായ ബേസ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫ പൊളിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, കൃത്യമായി നോട്ട്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്തുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ക്ലിയർ കട്ട് കോൺസെപ്റ്റ്.